lost obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Oh! Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. No negotiations, it's my way, I was born impatient. And like a kid, free pace, and I'll run this nation. Hello amigos, it's me Rango. Welcome back. Today's video is all about Yamaha Call of the Blue Weekend 2024. Yes, it's a late upload. അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ മോട്ടിവേഷൻ്റെ കുറവൊക്കെ ആയിരിക്കും വീഡിയോസ് എല്ലാം തന്നെ ലേറ്റായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസും ലൈക്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു 2024 കാൾ ഓഫ് ദി ബ്ലൂവും നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇതിനു മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം കാൾ ഓഫ് ദി ബ്ലൂ ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ FZ റൈഡ് അഡിക്സിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരുന്നു. അന്ന് ഒരുപാട് FZയുടെ വണ്ടികൾ ആ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ആ ഗ്രൂപ്പിൻ്റെ കുറച്ച് പേര് വരുന്നുണ്ട്, പക്ഷേ കുറച്ച് ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ പോകുന്നതാണ് വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് എടുക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ അതാ നമ്മൾ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നമുക്കുള്ളിലേക്ക് കയറാം. ഇവിടെ കുറേ ബൈക്കുകൾ ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. യമഹയുടെ ഒഫീഷ്യലായിട്ടുള്ള വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലെ ബാക്കി മെമ്പേഴ്സിനെ വെയിറ്റ് ചെയ്യുമോ എന്തോ ആണ്. നമ്മളെന്തായാലും ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. സോ ലെറ്റ്സ് എൻജോയ് സം ബൈക്കേഴ്സ് റബ്സ് മ്യൂസിക്. കഴിഞ്ഞ പ്രാവശ്യം FZ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം വേറെ ഏതോ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. എന്തായാലും കംപ്ലീറ്റ്ലി യമഹ ബൈക്സ് തന്നെയാണ്. മെജോറിറ്റി R15 തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്നാലും ബാക്കി ബൈക്കുകളും ഈ ഒരു കൂട്ടത്തിലുണ്ട്. അത്യാവശ്യം നല്ല എക്സോസ്റ്റൊക്കെ ചെയ്ത വണ്ടികളും ഈ ഒരു കൂട്ടത്തിലുണ്ട്. ഈ ഒരു ലൗഡ് സൗണ്ട് നിങ്ങൾ ആൾറെഡി കേൾക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. ഇപ്പം ഇവിടെ കംപ്ലീറ്റ് കാലിയായിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഫില്ലായിരുന്നു. കഴിഞ്ഞ 2022 നടന്നിട്ടുള്ള കാൾ ഓഫ് ദി ബ്ലൂ കാണേണ്ടവർക്ക് ഞാൻ മേലെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഫില്ലാവും. എന്തായാലും ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഈ ഒരു മാസ് ആൻഡ് ലൗഡ് എൻട്രിയിൽ ഇൻക്ലൂഡറായി പോകാൻ പറ്റി. നല്ല രീതിയിൽ ലൗഡായിട്ട് എൻജിനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ഇത്ര റെഡ് ലൈൻ ചെയ്ത് റബ്ബ് ചെയ്യലില്ല. അതും ഇത്ര കൂടുതൽ നേരം റബ്ബ് ചെയ്യുന്നത് എൻജിനും അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ഇതുപോലത്തെ ഇവൻറ്റ്സിൽ നമ്മളിങ്ങനെ കയറുമ്പോൾ ഈ ഒരു റബ്ബ് അത് നമുക്കൊരു പ്രത്യേകമായിട്ട് തരുന്നുണ്ട്. Yeah, this revs are the best reply for the welcome call. ഈ ഒരു ലാഗ് വരുന്നത് ഒഫീഷ്യലായിട്ട് യമഹയുടെ വീഡിയോയും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഹെൽമെറ്റ് ഊരിയിട്ടൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളാണ്.
നേരത്തെ വന്നുകൊണ്ട് തന്നെ പാർക്കിംഗ് ലോട്ടിലൊക്കെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. ഇപ്പോൾ ഈ വന്ന വണ്ടികൾ തന്നെ അത്യാവശ്യമുണ്ട്. എന്തായാലും ബാക്കി കംപ്ലീറ്റ് പാർക്കിംഗ് സ്പേസ് എല്ലാം തന്നെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഒരുവിധ ആളുകളൊക്കെ വരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഇവൻറ്റിന് അത്യാവശ്യം നല്ല വണ്ടികളുണ്ടായിരുന്നു. FC ആയാലും R15 ആയാലും ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവൻറ്റിന്. ഈ ഒരു പാർക്കിംഗ് ലോട്ടൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പാർക്കിംഗ് ലോട്ടിലൊക്കെ വന്ന് നോക്കാം. വെറൈറ്റി വണ്ടികൾ കുറേ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പാർക്കിംഗ് ലോട്ടിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ജിംഖാന ട്രാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ട്രാക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്കിനി ഈ ഒരു യമഹയുടെ ഇവൻറ്റിലെ സെറ്റപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നോട്ട് തന്നെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ബാഗും കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ യമഹയുടെ വണ്ടികൾ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുവിധ എല്ലാ മോഡൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് മോട്ടോർ സൈക്കിൾസ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഒരു ചെറിയ ഫോട്ടോ പോയിന്റും കൊടുത്തിട്ടുണ്ട്. കളർ ഓഫ് ദി ബ്ലൂ വീക്കെൻഡ് 2024 ഐ ലവ് യമഹ. ഇവിടെയും കുറച്ച് വണ്ടികൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു യുണീക്ക് മോട്ടോർ സൈക്കിൾസ് ഏതൊക്കെ നോക്കാം. മറ്റേതല്ല, നമ്മുടെ R3 MT03 ആണ് ഇവിടെ ഉള്ള യുണീക്ക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ. പിന്നെ R15 MT, അതുപോലെ ക്രോമിൽ വരുന്ന ഒരു FZX-ഉം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ മറു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി യമഹയുടെ R15 V4 FZ അതുപോലത്തെ വണ്ടികളെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എയറോക്സ് MT ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വണ്ടികളൊന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈനപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ പുതിയ കളർ ഓഫ് ദി ബ്ലൂ സോങ് അത് കുറച്ച് അടിപൊളിയാട്ടോ. പണ്ടത്തെ സോങ് ഇതുപോലത്തെ ഇവൻറ്റ്സിലൊക്കെ വരുമ്പോൾ ഭയങ്കര അനോയിങ് ആയിരുന്നു. ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് പോലെ ഫീൽ ചെയ്യുന്ന സോങ് ആയിരുന്നു. പുതിയ സോങ് നല്ല ബെറ്ററാണ്. അത്യാവശ്യം നല്ല ആ ഒരു ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് ഇവൻ്റായിട്ട്. കേൾക്കാനും കുറച്ചൊരു നല്ല ഫീൽ കിട്ടുന്നുണ്ട്. പുതിയ പാട്ട് അടിപൊളിയാണ്, കൊള്ളാം. പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബൈക്കേഴ്സ് കഫേ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരുപാട് പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾറെഡി. പിന്നെ മറു സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റീൽസൊക്കെ എടുക്കാൻ പറ്റിയൊരു സംഭവം. അതിന് തൊട്ടടുത്തായിട്ട് മോൺസ്റ്റർ എനർജി ഡ്രിങ്കിൻ്റെ ഒരു ചെറിയ കൗണ്ടർ ഉണ്ട്. പിന്നെ താഴെയായിട്ട് ജിംഖാനയുടെ ബ്രീഫിംഗ് കൗണ്ടർ ഉണ്ട്. പിന്നെ ഒരു പുതിയ കൗണ്ടർ വന്നിട്ടുണ്ട്, ഗെയിമിംഗ് സോണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു അപ്പരൽ കൗണ്ടറും ഉണ്ട്. ഇവിടെ നമുക്ക് യമഹയുടെ അപ്പരൽസും കൺസ്യൂമബിൾസും പാർട്സും ഒക്കെ 10% ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ താഴെയായിട്ട് നമ്മുടെ ജിംഖാന ട്രാക്ക്, അതേപോലെ തന്നെ ബാക്കി ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ട്രാക്കൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ആയി, ഇപ്പം ഫുള്ള് റഷായി മാറുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പുതിയ ഗെയിമിംഗ് കൗണ്ടറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് പ്ലേ സ്റ്റേഷൻ ഗെയിംസ് ആണ്, MotoGPയുടെ പ്ലേ സ്റ്റേഷൻ വെച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ അങ്ങനെയുണ്ട്. സംഭവം അവർ നല്ല ഈസി മോഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് നമുക്ക് വർക്കൊന്നുമില്ല, ജസ്റ്റ് സ്റ്റിയർ ചെയ്ത് കൊടുത്താൽ മതി. ആക്സിലേറ്ററും ജസ്റ്റ് സ്റ്റിയറിങ്ങും മാത്രം മതി. ശരിക്കും ഇത് മാനുവലിൽ കളിക്കണം, അതാണ് കുറച്ചും കൂടി അടിപൊളി. അല്ലെങ്കിൽ പിന്നെ മറ്റേ റിയൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ വെച്ച് ലീൻ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് കൊടുക്കണം. അതൊക്കെ വേറെയാണെങ്കിൽ ടാസ്ക് ആയിരിക്കും. എന്തായാലും ഫ്യൂച്ചറിൽ അതൊക്കെ കൊണ്ടുവരാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിപ്പം നമ്മുടെ കളർ ഓഫ് ദി ബ്ലൂവിൻ്റെ ഗെയിം സോൺസ് എല്ലാം തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു സൈഡിൽ ജിംഖാന നടക്കുന്നുണ്ട്. ആൾറെഡി വണ്ടികളൊക്കെ ഇവിടെ ലൈനപ്പ് ചെയ്ത് നോക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് റൈഡേഴ്സ് ജിംഖാന ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വുഡൻ പ്ലാങ്ക് ചലഞ്ചും ഉണ്ട്.
ഈ രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. വുഡൻ പ്ലാങ്ക് ചലഞ്ച് മെയിനായിട്ട് വണ്ടിയുടെ ആ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ സ്ലോ ബാലൻസിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗെയിമാണ്. ഈ ഒരു വുഡൻ പ്ലാങ്കിലൂടെ ഏറ്റവും സ്ലോയിൽ അപ്പുറത്തെത്തുന്ന ആളാണ് വിൻ ചെയ്യുക. അവർക്ക് യമഹയുടെ അപ്പറൽസൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഗെയിംസിലെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്തായാലും പോകുന്നതിന് മുമ്പ്. ആൾറെഡി നമ്മൾ MotoGP ഗെയിം എക്സ്പീരിയൻസ് ചെയ്ത് ഇനി ഈ ഒരു ജിംഖാന ട്രാക്കും അതുപോലെ തന്നെ ഈ ഒരു വുഡൻ പ്ലാങ്ക് ചലഞ്ചും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ലാസ്റ്റ് നമുക്ക് എല്ലാത്തിലും കയറാം. ഈ ഒരു വുഡൻ പ്ലാങ്ക് ചലഞ്ചിൽ നമ്മുടെ സ്ലോ ബാലൻസിങ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ, ജിംഖാനയിൽ നമ്മുടെ വണ്ടിയുടെ എജിലിറ്റി അതുപോലെ സ്റ്റെയറിങ്, നമ്മൾ വണ്ടിയിലെ സ്കിൽസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജിംഖാന റൈഡ് ഉള്ളത്. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൈഡറാണ് വിൻ ചെയ്യുക. അവർക്കും യമഹയുടെ അപ്പറൽസൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടും. ജിംഖാനയിൽ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ട് അതിന് മുന്നേ. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ജിംഖാനയിലും കയറണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിലായിട്ട് ജിംഖാനയുടെ ട്രാക്കൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വരാം. എല്ലാ സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ അങ്ങനെയുണ്ട് പരിപാടി. ഈ ഒരു ജിംഖാനയിൽ ഒരുപാട് പെനൽറ്റീസൊക്കെ കിട്ടും. നമ്മൾ ഈ ഒരു VLC പ്ലെയർ ഏതെങ്കിലും ഇട്ട് തള്ളിയിട്ടാൽ പെനൽറ്റി വരും, കാല് കുത്തിയാൽ പെനൽറ്റി വരും. അതുപോലെ തന്നെ ഈ ഒരു ട്രാക്കിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, ഒരു പ്രോപ്പർ ഒരു ലൈൻ ഉണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ തെറ്റിയാലും പെനൽറ്റി വീഴും. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ചെയ്യണം. ഏറ്റവും കൂടുതൽ ഫ്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് R15 ഒക്കെ ഇങ്ങനെ ജസ്റ്റ് കോർണർ ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് സംഭവം കുറച്ച് ടാസ്ക്കാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ കാൾ ഓഫ് ദി ബ്ലൂവിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടുത്തെ ട്രാക്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതാ ഒരു കുറച്ച് അഗ്രസീവ് ലുക്ക് തോന്നുന്ന ഒരു R3 വന്നിട്ടുണ്ട്, ഫുള്ള് മോഡ് ചെയ്ത. അപ്പോൾ കുറച്ചും കൂടെ അഗ്രസീവായി തോന്നുന്നുണ്ട് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. R3യിൽ കുറച്ചും കൂടെ ഈസിയാണെന്ന് തോന്നുന്നുണ്ട് ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്. ഇനി റൈഡർ സ്കില്ലാണോ എന്ന് അറിയില്ല. R3 പൊതുവെ കുറച്ചും കൂടെ ഫ്ലിക്കബിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിതുവരെ ഓടിച്ചിട്ടില്ല. ഇതാ വേറൊരു R3 കൂടെ വരുന്നുണ്ട്, കുറച്ചും കൂടെ ക്ലീൻ ലുക്കിൽ വരുന്ന ഒരു R3 നമ്മുടെ ഒരു ഡ്രീം ബൈക്കാട്ടോ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും വാങ്ങാമെന്നുണ്ട്. ഈ ഒരു ഓൾഡർ വെർഷൻ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഇത് കുറച്ചും കൂടെ ആ ഒരു അഗ്രസീവ് ലുക്കും വണ്ടി കുറച്ചും കൂടെ സൈസൊക്കെ തോന്നിക്കും. പുതിയ വണ്ടി കുറച്ചും കൂടെ നമ്മുടെ R15 V4ൻ്റെ അതേ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ഇട്ടുണ്ട് ആ ഒരു വണ്ടി. പക്ഷേ കുറച്ചും കൂടെ ഒരു ക്യൂട്ട് ലുക്ക് പോലെ തോന്നുന്നുണ്ട്. R15 V4 ആണോ എന്ന് ചോദിക്കും എല്ലാവരും, അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. എന്തായാലും ഈ ഒരു R3 അത് വേറെ തന്നെ ലുക്കായിരുന്നു. ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഇതിന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോൾ ഇല്ല. സംഭവം കൊള്ളാം. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയാണ്. ബാക്കി ഇനി ബ്രീഫിങ്ങിൽ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആവും. അങ്ങനെ അതാ ഇവിടെ ഒരു ഫുൾ ബ്ലൂവിൽ വേറൊരു R3 കൂടെ ഉണ്ട്. ഫ്രെയിം സ്ലൈഡറും ക്രോപ്പോയിച്ചൊക്കെ ഉണ്ട്. കൊള്ളാം. 3 R3കൾ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം R3 മാത്രമേ ഉള്ളൂ കേട്ടോ. പൊതുവെ R1 ഒക്കെ വരലുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം R1 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുണ്ട്. ഫുള്ള് ബിസി ഏരിയ ആയി മാറിയിട്ടുണ്ട്. അപ്പുറത്ത് കുറേ ബേൺ ഔട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പാർക്കിങ്ങിലേക്ക് പോകാം. അത്യാവശ്യം വണ്ടികളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം ഏതൊക്കെ വണ്ടികളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ദാ ജസ്റ്റ് ഒരു എക്സോസ്റ്റൊക്കെ ചെയ്തൊരു ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു R15 V3 വന്നിട്ടുണ്ട്. ഭയങ്കര അറ്റൻഷൻ ഗ്രാബിങ് ആയിട്ടുള്ള കസ്റ്റം പെയിൻറ്റും അതേപോലെ തന്നെ അണ്ടർ സീറ്റ് എക്സോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇതിനോടൊന്നും എനിക്ക് അത്ര ഒരു യോജിപ്പില്ല. മോഡിഫിക്കേഷൻ സംഭവം രസമാണ്, ഇറ്റ്സ് ഗുഡ്. ഇങ്ങനെ ലൗഡ് നോയ്സ് ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ മോഡിഫിക്കേഷനൊക്കെ ആ ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പാർക്കിംഗ് ലോട്ടിൽ മെയിനായിട്ട് നമ്മുടെ R15 തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ബ്യൂട്ടി തരുന്നത്. പല കളറിൽ കസ്റ്റം പെയിൻറ്റും സ്റ്റിക്കേഴ്സും മോഡിഫൈ ഒക്കെ ചെയ്ത പല വണ്ടികളുണ്ട്. പ്രത്യേകിച്ചും R15 വേറെ ലെവലായിട്ട് എന്താ ഫീൽ ചെയ്യും. ഭയങ്കര കളർഫുള്ളായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഈ ഒരു ലൈനപ്പ് കാണുന്നത്.
ഇന്ന് ഇവിടെ വന്നിട്ടുള്ള അധിക വണ്ടികളും R15 തന്നെയാണ്, മെജോറിറ്റി R15 തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം R15ൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ FZ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം FZ വളരെ കുറവാണ്, മെയിനായിട്ട് R15 തന്നെ ഉള്ളത്. പിന്നെ MT അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. ഏതായാലും പാർക്കിംഗ് ലോട്ട് ഏകദേശം ഫില്ലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വണ്ടികൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ FZ അവിടെ കിടക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റം പെയിൻസും സ്റ്റിക്കേഴ്സും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളുടേതായ ഐഡിയ ഒക്കെ പുതിയത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതുപോലത്തെ ഇവൻറ്റിൽ വന്ന് കഴിഞ്ഞാൽ. കാരണം പലരുടെയും ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത് പല രീതിയിലാവല്ലോ. എയറോക്സ് ഒക്കെ കണ്ടില്ല, നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗ്രീന്, ഡാർക്ക് ഗ്രീനിൽ R15 MT എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ കുറച്ച് റെട്രോ ക്ലാസിക് ബൈക്കുകളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ RX100 അതേപോലെ RD350 ഇതുപോലത്തെ വണ്ടികളുടെ ഒരു വിൻറ്റേജ് ക്ലബ്ബിൽ കുറേ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വളരെ കുറച്ച് പേരേ ഉള്ളൂ. പൊതുവേ ഇപ്രാവശ്യം ബൈക്സ് കുറവാണ്. എന്തായാലും ഇനി നമുക്ക് യമഹയുടെ കുറച്ച് വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇവിടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കൗണ്ടർ ഉണ്ട്. യമഹയുടെ ഒരു എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്. R3 MT3 ഇല്ല, ബാക്കി വണ്ടികളൊക്കെ ഇവിടെ ടെസ്റ്റ് ഡ്രൈവിനുണ്ട്. നമുക്ക് എന്തായാലും V4 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. V4ൻ്റെ M എഡിഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം, V4M. ഇതിൻ്റെ കളർ TFTയും ഈ ഒരു R1Mൻ്റെ കളർ പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് R15 V4ൽ കയറുന്നത്. ഇത് കുറച്ചും കൂടെ സ്പോർട്ടിയറാണ്, V3 പോലെയല്ല. V3 കുറച്ചും കൂടെ നമുക്ക് വണ്ടിയുടെ അകത്തിരുന്ന് ഓടിക്കണ ഫീലാണ് കിട്ടുക, നമ്മുടെ സ്പോർട്സ് ടൂറിംഗ് ഒക്കെ പോലെ. പക്ഷേ V4 നേരെ തിരിച്ച് ഒരു സൂപ്പർ സ്പോർട്ട് എന്നുള്ള രീതിയിൽ വണ്ടിയുടെ മുകളിൽ ഇരുന്ന് ഓടിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുണ്ട്. ഇപ്പം ഒരു പ്രോപ്പർ സ്പോർട്സ് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഈ M എഡിഷൻ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രീമിയം സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഇത്ര ഒരു ഡിസ്റ്റൻസേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് വണ്ടിയുടെ ഹാൻഡ്ലിങ്ങും ആ ഒരു റൈഡിങ് പൊസിഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് ഒന്നും കംപ്ലീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ഒരു സ്ട്രെച്ച് കൊണ്ട് പറ്റില്ല. ജസ്റ്റ് വണ്ടിയുടെ ഹാൻഡ്ലിങ്, ആ ഒരു റൈഡ് ഫീല്, നമ്മുടെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് FZX ഒന്ന് ഓടിച്ച് നോക്കണം. FZX പൊതുവേ ലുക്ക് വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വേസ്റ്റ് വണ്ടി എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. FZയുടെ സെയിം എഞ്ചിനിൽ വരുന്ന വണ്ടിയല്ലേ. അപ്പോൾ അതാ നമ്മൾ FZXൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലുക്ക് നൈസാട്ടോ, കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഈ കൺസോൾ റൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. സംഭവം വാണിംഗ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. നല്ല മിസ്സിങ് ഉണ്ട് ഇതിൽ. ഫ്യൂവൽ ഇല്ലായിട്ടാണോ അത് വേറെ എന്തോ ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയില്ല. എൻജിൻ വാണിംഗ് ലൈറ്റും ABS ഒക്കെ ഓണാണ്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ലൈറ്റും ഉണ്ട്. ഇതെന്തോ പ്രശ്നമുണ്ടോ അതോ ഞാൻ തന്നെയാണോ? കുറച്ചൊന്ന് റബ് ചെയ്തപ്പോൾ റെഡിയായി. ഇപ്പം വലിയ സീനില്ല. എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കാം. ചില വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നല്ല ചെണ്ടായ വണ്ടികളായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഫ്യൂവൽ കമ്മിയായിട്ടായിരിക്കും. എന്തായാലും ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ വണ്ടി. സംഭവം ലുക്ക് വൈസ് വെറും വേസ്റ്റ് ആണെങ്കിലും വർക്ക് വൈസ് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഒരു പക്ക ഒരു ക്രൂസർ ടൈപ്പ് ഫീൽ കിട്ടുന്ന റൈഡിങ് പൊസിഷനാണ്. കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് കമ്മ്യൂട്ട് ചെയ്ത് കൊണ്ടുനടക്കാനും സിറ്റിയിലൊക്കെ ഉപയോഗിക്കാനും. FZനെക്കാട്ടിലും കുറച്ചും കൂടെ ഈസി ആട്ടോ ഇത് യൂസ് ചെയ്യാൻ.
ഭയങ്കര ഹമ്പിളായിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ സീറ്റ് ഹൈറ്റും കുറവായതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പില്ലിയൻ കംഫോർട്ടും അടിപൊളിയായിരിക്കും ഈ ഒരു സീറ്റ് ഹൈറ്റിൽ. എഡ്ജിൽ അതൊക്കെ കുറച്ച് ടാസ്ക്കാണ്. എഡ്ജ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, മെനുവർ ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. ഒരു കുറച്ചും കൂടെ റൈഡിങ് എന്തൂസിയാസ്റ്റിന് പറ്റിയ വണ്ടിയാണ് എഡ്ജ്. ഇത് കുറച്ചും കൂടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് FZ അവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എയറോക്സ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ ഏകദേശം ഞാൻ ഓടിച്ചതാണ് MT-ഒക്കെ. എയറോക്സ് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് അഫോർഡബിൾ മാക്സി സ്കൂട്ടറാണിത്. ഇതും കൊള്ളാം. സംഭവം റൈഡിങ് പൊസിഷനും സംഭവമൊക്കെ അടിപൊളിയാണ്, നൈസാണ്. ശരിക്കും ഒരു സ്കൂട്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു റൈഡ് ഫീൽ കിട്ടുന്ന സ്കൂട്ടർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാക്സി സ്കൂട്ടേഴ്സ് എടുക്കണം. അത്യാവശ്യം നമുക്ക് ചെറിയ ടൂറൊക്കെ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണ്. റൈഡിങ് പൊസിഷനായാലും ആ ഒരു പ്രീമിയം ഫീലും കിട്ടുന്നുണ്ട്. സംഭവം കൊള്ളാം. അത്യാവശ്യം ഫ്ലിക്ക് ചെയ്യാനൊക്കെ ഈസിയാണ്. ഹാൻഡ്ലിംഗ് ഒക്കെ കൊള്ളാം. എന്തായാലും സ്കൂട്ടർ വീട്ടിലൊരു റേസ് ചെയ്യാറുണ്ട്. ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഇതിലേക്ക് ആക്കണം. ഭാവിയിൽ എയറോക്സ് എടുക്കണം. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ടെസ്റ്റ് ഡ്രൈവ്. ബാക്കി വണ്ടികളും ഇവിടെ ഉണ്ട്. നമ്മുടെ റേസിയാറും ഫാസിനും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. നമുക്ക് വുഡൻ പ്ലാങ്കിലേക്ക് കയറാം ഇനി നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ വുഡൻ പ്ലാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനപ്പ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരു എക്സോസ്റ്റ് ചെയ്ത് R15 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൗഡാണ് സംഭവം. ദിസ് ഈസ് ടു മച്ച് ലൗഡ്. ഇത്ര ലൗഡ് എക്സോസ്റ്റുകൾ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. എന്തായാലും ഇതുപോലെ ഇവൻറ്റ്സിലൊക്കെ വരുമ്പോൾ സംഭവം അടിപൊളിയാണ്. ആ ഒരു ലൗഡ് അഡ്രിനാലിൻ ഫീൽ കിട്ടും. ഈ വണ്ടിയൊക്കെ കുറച്ച് കഴിഞ്ഞ് OLX-ൽ ഇടുമല്ലോ എന്നുള്ളതാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇനി ഒരിക്കലും വാങ്ങില്ലാന്ന് ഇതുപോലത്തെ ഇവൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കും. അപ്പോൾ ഇത് സ്ലോ ഗെയിം ആണെങ്കിലും ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് എടുത്തത്. ഇത് ആദ്യമായിട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു ഗെയിമിൽ കയറി എത്തിയിട്ടില്ല. ജിംഖാനയിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ജിംഖാനയിൽ കയറാം. ജിംഖാനയിൽ കയറുന്നതിന് മുമ്പ് ചെറിയ ബ്രീഫിംഗ് ഉണ്ട്. അതിൽ ഈ ഒരു ട്രാക്കിൻ്റെ ലേഔട്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രാക്കിൻ്റെ ഡയറക്ഷനും സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ പെനൽറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രീഫിങ്ങിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇതിനാദ്യം ഒരു ട്രയൽ റൺ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ ട്രയൽ റണ്ണ് ചെയ്തതിന് ശേഷമാണ് ടൈമിങ് നോക്കുന്ന ഒരു ലാപ്പ് കൂടെ രണ്ടാമത് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് ട്രയൽ റണ്ണ് പോകാം. സംഭവം കൊള്ളാം. ഇത് ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡയറക്ഷനിലേക്കും ആരോ മാർക്ക് ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ പലരും ഇത് ട്രാക്ക് തെറ്റിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇവർ തെറ്റിക്കണത്, ഭയങ്കര സിമ്പിളല്ലേ. പക്ഷേ ഇതിൽ കയറുമ്പോഴാണ് ഈ ഡയറക്ഷൻ കുറച്ച് കൺഫ്യൂസിങ് ആകാൻ. പല ഭാഗത്തും രണ്ട് ഭാഗത്തേക്കും ആരോ മാർക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. എന്തായാലും ട്രയൽ റണ്ണ് നമ്മൾ വലിയ സീനില്ലാതെ കുറച്ച് സ്ലോയിൽ എടുത്തുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറെക്കുറെ വലിയ സീനൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഈ ഒരു സെക്ഷനാണ് കുറച്ച് സ്പീഡുള്ളത്. ബാക്കി രണ്ട് സെക്ഷൻ, ഈ ഒരു 8 സെക്ഷനും അപ്പുറത്ത് ഡബിൾ റൗണ്ട് ചെയ്യണ ആ ഒരു സെക്ഷനും കുറച്ച് സ്ലോ ആണ്. ഈ ഒരു 8 സെക്ഷനാണ് കുറച്ചും കൂടെ അടിപൊളി. നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ചെയ്യുന്ന മാതിരി ഇത് കുറച്ചും കൂടെ ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ലാസ്റ്റും അതുപോലെ തന്നെ ബിഗിനിങ്ങിൽ വരുന്ന ഈ ഒരു സിഗ്സാഗ് സെക്ഷൻ, ഇതും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ അത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. MT-യിലൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. എന്തായാലും നമുക്കിനി ടൈം ലാപ്പിലേക്ക് പോവാം. എന്താവോ എന്തോ. ഇനി നമുക്ക് കുറച്ചൊന്ന് അഗ്രസീവായിട്ട് ഓടിക്കണം, എന്നാലേ നമ്മൾ ശരിയാവുള്ളൂ.
വിചാരിച്ച പോലെ അല്ല. ഓ നൈസായിട്ട് പാളി തോന്നണേ. 8 ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു കയറേണ്ടത്, ഞാൻ റൈറ്റിലേക്കാണ് കയറിയത്. ഫസ്റ്റ് തന്നെ തെറ്റി. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, മുഞ്ചി ഗൈസ്. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് ടൈം നമുക്ക് ഉഷാറാക്കി വെക്കാം. ഈ ഒരു സെക്ഷൻ ആട്ടോ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ടൈം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ആ ഒരു 8ൻ്റെ സെക്ഷൻ. ഓ കാലു അവിടെയും പോയി, പെനൽറ്റിയും കിട്ടി. ഏതായാലും സംഭവം ട്രാക്ക് തെറ്റിക്കണേ. ഇപ്പോൾ രണ്ടാമതും കാലു കിട്ടി. ഈ ഒരു സെക്ഷനാട്ടോ കുറച്ച് ടാസ്ക്കായി തോന്നുന്നത്. ജിയിലായതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ ചിങ്കാരി മൂവി അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുത്ത് വരണമെന്ന് മനസ്സിലായി. പൊതുവെ ബാക്ക് ബ്രേക്കാണ് കുറച്ചും കൂടെ ഈ ഒരു പരിപാടിക്ക് അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് സ്ലോ ട്രാക്ക് ആയതുകൊണ്ട് ബാക്ക് ബ്രേക്ക് ആയിരിക്കും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുക. കുറച്ച് സ്ലൈഡ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മുടെ ക്യാമറമാൻ നല്ലൊരു ഫൂട്ടേജൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒഫീഷ്യൽ യമഹയുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോയിൽ ചെറിയൊരു ഹാഫ് സെക്കൻഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടെ ബൈക്ക് ഇനിയും ഒരുപാട് പേര് ലൈൻ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. സംഭവം 3 ട്രാക്ക് ഉണ്ട് ജിംഖാനക്ക് മാത്രം. എന്നിട്ട് പോലും എല്ലാവരും ഇത്രയും വെയിറ്റിംഗ് വരുന്നുണ്ട്. നമ്മളപ്പുറത്ത് വീഡിയോ എടുത്തിരുന്ന ടൈമിലൊക്കെ ഇവിടെ ഇതുപോലെയുള്ള പുഷപ്പ് ചലഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, അവസാനം വരെ നിർത്താതെ പുഷപ്പ് ചെയ്യുന്നവരാണ് വിന്നർ. ഈ സംഭവം കുറച്ച് കണ്ണിങ് ഉള്ളവർക്ക് കിട്ടും. കുറച്ച് നാക്കിൽ പുഷപ്പ് ചെയ്താൽ മതി, കുറച്ചൊരു കൺവിൻസിങ് ആയ രീതിയിൽ പുഷപ്പ് ചെയ്താൽ മതി. അത്ര ഒരു പ്രോപ്പറായിട്ടൊന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഒരു ഫണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഗെയിംസ്, ഇതുപോലെയുള്ള ഗെയിംസൊക്കെ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഫൈനലി 2 പേര് മാത്രമായിട്ടുണ്ട്. 2 പേരും ഒരേപോലെ പോകുന്നുണ്ട്. യെസ്, അങ്ങനെ ഒരാൾ ജയിച്ചിരിക്കുകയാണ്. യെസ്, ഹി ഈസ് ദ വിന്നർ. അങ്ങനെ വിന്നർക്കൊരു ക്യാപ്പ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റ് ഇവൻസിൻ്റെ ഗെയിംസിൻ്റെ ഒക്കെ പ്രൈസ് അവർ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഗെയിംസിനും പ്രൈസസ് ഉണ്ട്. നമ്മുടെ വുഡൻ പ്ലാങ്കിനും അതേപോലെ ജിംഖാനക്കൊക്കെ ഓരോ ടൈമിൽ അവർ പ്രൈസ് അനൗൺസ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അവസാനം ആയപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏറെക്കുറെ ഇവൻ്റ് അവസാനിക്കാറായി. ഒരു ഇതെല്ലാവരും ഇവിടുന്ന് പോയിട്ടുണ്ട്. നമ്മൾ അവസാനം വരെ നിന്നുകൊണ്ട് ലാസ്റ്റായിട്ട് യമഹയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇപ്രാവശ്യം എല്ലാ ഗെയിംസിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആവശ്യം എന്തായാലും ഒരു പ്രൈസൊക്കെ അടിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 2024 കോൾ ഓഫ് ദി ബ്ലൂ. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. പാർക്കിംഗ് ലോട്ടൊക്കെ കാലിയായിട്ടുണ്ട്. ഇവൻ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ലോട്ടൊക്കെ കംപ്ലീറ്റ്ലി കാലിയായിട്ടുണ്ട്.
എന്തായാലും സംഭവം അടിപൊളിയായി. ഇപ്രാവശ്യം ആളുകൾ കുറവാണെങ്കിലും ഇവൻ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. കാരണം ഒരു എക്സ്ട്രാ ഗെയിമിംഗ് സോണൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ ഐറ്റംസ് കൊണ്ടുവരുമ്പോഴാണ് നമ്മളെ ഇതുപോലത്തെ ഇവൻറ്റ്സൊക്കെ കുറച്ചും കൂടി അടിപൊളിയാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.